ശ്രദ്ധിച്ച് നോക്കുക. ഇത് എക്സ് ടി ഗ്രാഫാണ്. ശരി, അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ വെലോസിറ്റി എന്തെന്നാണ്. അപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എക്സ് ടി ഗ്രാഫിന് എന്താ സ്ലോപ്പാണ്. അപ്പോൾ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഈ ലൈൻ ഇങ്ങനെ ടാൻജൻറ്റ് ചേർക്കുക. അപ്പോൾ സ്ലോപ്പ് നെഗറ്റീവ് ആണ്. സോ വെലോസിറ്റി ലെസ് ദാൻ 0 ആണ്. ശരി, ഈ ആക്സലറേഷനോ? ആക്സലറേഷൻ എങ്ങനെ കണ്ടെത്താൻ നമുക്ക് ആദ്യം ചിന്തിക്കാൻ, ഇത് സ്ലോപ്പാണ് വെലോസിറ്റി. അപ്പോൾ സ്ലോപ്പ് നോക്കി ഇവിടെ കുറഞ്ഞു വരുന്നത്. ദാറ്റ് മീൻസ് വെലോസിറ്റി കുറഞ്ഞു വരുന്നത്. വെലോസിറ്റി ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്. അപ്പോൾ വെലോസിറ്റി കുറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആക്സലറേഷൻ വെലോസിറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതുകൊണ്ട് ആക്സലറേഷൻ പോസിറ്റീവ് ആയിരിക്കും. ശരി, അപ്പോൾ ഇവിടെ നോക്കി ഇവിടെ വെലോസിറ്റി എന്താണ് 0 ആണ്. ഓക്കെ, അപ്പോൾ അവിടെ ആക്സലറേഷൻ വീണ്ടും 0. ഇനി നോക്കി ഈ ഒരു പോയിന്റിൽ വെലോസിറ്റി എന്താണ് പോസിറ്റീവ്, ബിക്കോസ് സ്ലോപ്പ് പോസിറ്റീവ് ആണ്. അപ്പം ഇനി നോക്കി ഇങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ സ്ലോപ്പ് കൂടുന്നുണ്ട്. ദാറ്റ് മീൻസ് വെലോസിറ്റി കൂടുന്നുണ്ട്. അപ്പം വെലോസിറ്റി പോസിറ്റീവ് ആയതുകൊണ്ട് എന്താണ് ആക്സലറേഷൻ സെയിം ഡയറക്ഷൻ, അതുകൊണ്ടാണ് വെലോസിറ്റി കൂടുന്നത്. റൈറ്റ്, അടുത്തത് നോക്കാം. ഇനി ഇയാളുടെ മൂവ്മെൻറ്റ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ എന്താണ് വെലോസിറ്റി 0 ആണ്. ദാറ്റ് മീൻസ് ആദ്യം ഇനീഷ്യലി എന്തായിരുന്നു വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിരുന്നു. സ്ലോപ്പ് നോക്കി പിന്നെ പോസിറ്റീവായി. ദാറ്റ് മീൻസ് അയാൾ 4-ലെത്തുന്ന സമയത്ത് ഇതെങ്ങനെ ഉണ്ടാവാൻ, അയാൾ തുടങ്ങുന്ന എവിടുന്ന x10 എന്നാണ് ചങ്ങായിൻ്റെ തുടക്കം. ഓക്കെ, എന്നിട്ടോ അയാൾ 4-ലേക്ക് എത്തുന്ന സമയത്ത് അയാൾ x10 നിന്ന് മെല്ലെ 4-ലേക്ക് പോകും. അന്നേരം വെലോസിറ്റി കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് 4 നോക്കി നോക്കുക, അയാളുടെ വെലോസിറ്റി 0 ആയി. എന്നിട്ടോ അയാളുടെ വെലോസിറ്റി ഇനി നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മാറി. എന്നിട്ട് അയാളുടെ അടുത്തേക്ക് എത്തി 8-ലേക്ക് എത്തിയിട്ടുള്ളൂ കേട്ടോ. 10-ലേക്ക് എത്തുന്നില്ല, 8-ലേക്ക്. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത് നോക്കാം. ഇവിടെ ഈ ഒരു പോയിന്റിൽ നോക്കി ഈ പോയിന്റിൽ എന്താണ് വെലോസിറ്റി വെലോസിറ്റി പോസിറ്റീവ്, ബിക്കോസ് സ്ലോപ്പ് പോസിറ്റീവ് ആണ്. ഇനി ആക്സലേഷനോ? ഇവിടെ നോക്കി സ്ലോപ്പ് കുറയുന്നുണ്ട്, മീൻസ് വെലോസിറ്റി കുറയുന്നുണ്ട്. സോ ആക്സലേഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്, സോ ആക്സലേഷൻ നെഗറ്റീവ് ആയിരിക്കും. ശരി, ഇനി ഈ ഒരു പോയിന്റാണെങ്കിലോ ഇവിടെ വെലോസിറ്റി നെഗറ്റീവ്, ബിക്കോസ് സ്ലോപ്പ് നെഗറ്റീവ് ആണ്. ആക്സലേഷൻ വീണ്ടും നെഗറ്റീവ്, കാരണം ഇവിടെ അടിയിലൊന്നും സ്ലോപ്പ് കൂടുന്നുണ്ട്. ദാറ്റ് മീൻസ് വെലോസിറ്റി കൂടുന്നുണ്ട് എന്നാണ്. അപ്പം വെലോസിറ്റി കൂടുന്നുണ്ടെങ്കിൽ ആക്സലേഷൻ്റെ സെയിം ഡയറക്ഷൻ തന്നെയായിരിക്കും. ദാറ്റ് മീൻസ് ആക്സലേഷനും നെഗറ്റീവ് തന്നെ. ഇനി അടുത്ത് നോക്കാം. ഇവിടെ ആണെങ്കിലോ ഇവിടെ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ സ്ലോപ്പ് എന്താ പോസിറ്റീവ് ആണ്. സോ അവിടെ വെലോസിറ്റി കൂടുതലാണ്, പോസിറ്റീവ് ആണ്. ഇനിയോ ഇവിടെ മെല്ലെ സ്ലോ ഡൗൺ ആവുന്നുണ്ട് അല്ലേ. ഓക്കെ, സ്ലോപ്പ് കുറഞ്ഞു വരുന്നത്, ദാറ്റ് മീൻസ് വെലോസിറ്റി കുറഞ്ഞു വരുന്നുണ്ട്. സോ ആക്സലേഷൻ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നെഗറ്റീവ് ആണ്. ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ്. റൈറ്റ്, സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, അവിടെ സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആണ്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ് അക്കോർഡിംഗ് ടു എക്സ് ടി ഗ്രാഫിൽ. അങ്ങനെ ആകുമ്പോൾ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആക്സലറേഷൻ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ആക്സലറേഷൻ ഇല്ല, അത് 0 ആയി പോകും. ഓക്കെ, അടുത്ത നമുക്ക് ഈ ഒരു നോക്കാം. ഈ ഒരു ഫിഗറിൽ ഇവിടെ നമുക്ക് ബോഡി ഇങ്ങനെ പോകുന്നുണ്ട്, ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് നമ്മുടെ സാർ പറഞ്ഞാൽ 0 മുതൽ ഒ എയിലുള്ള എങ്ങനെയാണ് മൂവ്മെൻറ്റ്. ഒയിൽ നോക്കി വെലോസിറ്റി പോസിറ്റീവ് ആണ്. പക്ഷേ സ്ലോ ഡൗൺ പോകുന്നുണ്ട്. ദാറ്റ് മീൻസ് സ്പീഡ് കുറയുന്നുണ്ട് എന്നാണ്. സ്പീഡ് കുറയുന്നുണ്ടെങ്കിൽ ആക്സലറേഷൻ എന്തായിരിക്കും, നെഗറ്റീവ് ആണ്. സ്പീഡ് ഡൗൺ ആവുന്നുണ്ട്. ശരി, ഇനി അടുത്ത എ മുതൽ ബി വരെ നോക്കി വെലോസിറ്റി കൂടി വരുന്നുണ്ട്, ബിക്കോസ് സ്ലോപ്പ് കൂടുന്നുണ്ട്, വെലോസിറ്റി കൂടുന്നുണ്ട്. വെലോസിറ്റിൻ്റെ ഡയറക്ഷനോ അത് നെഗറ്റീവ്, ബിക്കോസ് നോക്കി സ്ലോപ്പ് നെഗറ്റീവ് ഡയറക്ഷൻ, സോ വെലോസിറ്റി നെഗറ്റീവ് ആണ്. ആക്സലറേഷൻ സ്പീഡ് കൂടുന്നതുകൊണ്ട് ആക്സലറേഷനും സെയിം ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ആയിരിക്കും. സോ ആക്സലറേഷൻ നെഗറ്റീവ് തന്നെ, സ്പീഡ് കൂടുന്നുണ്ട്. ബി മുതൽ സി വരെ നോക്കി സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ് ആണ്. ഓക്കെ, കാരണം സ്ലോപ്പ് നെഗറ്റീവ്, സോ വെലോസിറ്റി നെഗറ്റീവ് ആണ്. പക്ഷേ ഇത് സ്ലോ ഡൗൺ ആയി വരുന്നുണ്ട് അല്ലേ. കാരണം ഇവിടെ സ്ലോപ്പ് കുറഞ്ഞു വരുന്നുണ്ട്. സോ സ്ലോ ഡൗൺ ആവുന്നുണ്ട്. സോ ആക്സലറേഷൻ ഈ വെലോസിറ്റി നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ആക്സലറേഷൻ പോസിറ്റീവ് ആണ്. ഇവിടെ സ്ലോ ഡൗൺ ആവുന്നുണ്ട്. ഇനിയോ സി മുതൽ ഡി വരെ വീണ്ടും വെലോസിറ്റി പോസിറ്റീവ്, ബിക്കോസ് സ്ലോപ്പ് പോസിറ്റീവ് ആണ്. ഇനി അവിടെ ആക്സലറേഷൻ ഇവിടെ സ്പീഡ് ഡൗൺ ആവുന്നുണ്ട്, കാരണം ഇവിടെ സ്ലോപ്പ് മേലെ കൂടി വരുന്നുണ്ട്. സോ ആക്സലറേഷൻ എന്തായിരിക്കും, സെയിം ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ആയിരിക്കും. സോ ഇറ്റ് ഈസ് ഓൾസോ പോസിറ്റീവ്. റൈറ്റ്, ഇനി എങ്ങനെ ഇതിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, 0 മുതൽ എ വരെ. ആദ്യം ഇതിൻ്റെ ഇങ്ങനെ വരക്കാം. ആദ്യം ഈ ചങ്ങായി എവിടെ ഉണ്ടായത്, 0-ലുണ്ടായത്. അപ്പോൾ ഈ ചങ്ങായി 0-ലുണ്ടായി. പിന്നെ ഈ ചങ്ങായി എവിടത്തേക്ക് പോയി, 10-ലേക്ക് പോയി. 10-ലേക്ക് എങ്ങനെയാണ് പോയത്, 10-ലേക്ക് മെല്ലെ കുറച്ച് സ്ലോ ആയിട്ടാണ് പോയത്. ഇങ്ങനെ പോയി ചങ്ങായി ഇങ്ങനെ പോയി സ്ലോ ആയി പോയി കേട്ടോ. എന്നിട്ട് ഇവിടുന്ന് വെലോസിറ്റി 0 ആയി, കാരണം നോക്കി വെലോസിറ്റി 0. എന്നിട്ടോ ചങ്ങായി തിരിച്ച് ബാക്കോട്ടേക്ക് വന്ന് 0-ലേക്ക് തന്നെ തിരിച്ച് അയാളെ സന്തോഷത്തോടെ തിരിച്ച് 0-ലോട്ട് വന്ന്, കാരണം ഇവിടെ വെലോസിറ്റി 0 ആയി, എന്നിട്ട് നെഗറ്റീവ് ഡയറക്ഷനിലേക്കായി വെലോസിറ്റി, അതുകൊണ്ട് അയാൾ തിരിച്ച് വന്നത് അതിൻ്റെ അർത്ഥം. കാരണം ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി 0 ആവുന്ന പോയിന്റ് ടേണിംഗ് പോയിന്റ് ആണെന്ന് പറയാൻ പറ്റില്ല. വെലോസിറ്റി 0 ആയിട്ട് അടുത്ത സെക്കൻഡിൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായാലും നമുക്ക് ടേണിംഗ് പോയിന്റ് അറിയില്ല. ഒരാളിങ്ങനെ പോയി തിരിച്ച് വരണ്ടേ, അല്ലാണ്ട് ഇങ്ങനെ നിർത്തി അത് തിരിച്ച് പോയി കഴിഞ്ഞാൽ അതിന് ടേണിംഗ് പോയിന്റ് പറയാൻ പറ്റുമോ, ഇല്ല. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇയാൾ ഇവിടെ എത്തി 0-ലേക്ക് എത്തി, അതിനുശേഷം അയാൾ -10-ലേക്ക് ഓടി കേട്ടോ. അങ്ങോട്ടേക്ക് പോയി, ഇവിടെ -10 അവിടെ നിർത്തിയില്ല വെലോസിറ്റി. പിന്നെ അയാളുടെ വെലോസിറ്റി ഡയറക്ഷൻ മാറി. ശരി, അയാൾ പിന്നെയും ഇവിടത്തേക്ക് എത്തി, 0-ലേക്ക് തന്നെ എത്തി. കണ്ട, എക്സ് നോക്കിയാൽ മതി, എക്സ് നോക്കി തിരിയും. ഇതാണ് പരിപാടി, ഇയാൾ ഇങ്ങനെയാണ് പോയിട്ടുള്ളത്. അടുത്ത് ആറാമത്തെ നോക്കാം. ഇത് വി ടി ഗ്രാഫാണല്ലോ. വി ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് ആക്സലറേഷൻ ആണ്.
ഇവിടെ സ്ലോപ്പ് കോൺസ്റ്റന്റ് ബിക്കോസ് സ്ട്രേറ്റ് ലൈൻ ആണ്. ദാറ്റ് മീൻസ് ഇവിടെ ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺസ്റ്റന്റ് ആണ്. ഇനി ആക്സലറേഷൻ്റെ വാല്യൂ പോസിറ്റീവ് ആണ് ബിക്കോസ് സ്ലോപ്പ് പോസിറ്റീവ് ആണ്. ശരി, ഡൺ. 3 ഇൻഫോർമേഷൻസ് ആയി. ഇനിയോ ഇവിടെ നോക്കി ഈ ഒരു പോയിന്റിൽ നോക്കി നോക്ക്, വെലോസിറ്റി എന്താണ് നെഗറ്റീവ്. അതിന് മനസ്സിലായ ഇവിടെ വെലോസിറ്റി വൈ ആക്സിസിലാണ്, വൈ ആക്സിസ് നെഗറ്റീവ് അല്ലേ ഇത്. സോ വെലോസിറ്റി നെഗറ്റീവ് ആണ്. ഇവിടെ ആക്സലേഷൻ എന്താണ്, ആക്സലേഷൻ എപ്പോഴും സെയിം ആണ്, അത് പോസിറ്റീവ് ആണ്. സോ ആക്സലേഷൻ പോസിറ്റീവ്, വെലോസിറ്റി നെഗറ്റീവ്. ദാറ്റ് മീൻസ് ഇവിടെ സ്പീഡ് ഡൗൺ ആവുന്നുണ്ട്. ഏതോ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, അത് മെല്ലെ മെല്ലെ സ്ലോ ആയി വരുന്നുണ്ട്. എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ വെലോസിറ്റി 0 ആയി പോയി. വെലോസിറ്റി 0 ആയി. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ആയിരുന്നു വെലോസിറ്റി, പിന്നെ ഇവിടെ 0 ആയി, പിന്നെ എന്തായി, അത് പോസിറ്റീവ് ആയി. ദാറ്റ് മീൻസ് ഇങ്ങനെ ഒരു സാധനം പോയി, എന്നിട്ട് അത് അവിടെ നിർത്തി തിരിച്ചു വന്നു നെഗറ്റീവായി. ദാറ്റ് മീൻസ് ഇതാണ് ഒരു ടേണിംഗ് പോയിന്റ്. പിന്നെ എന്ത് ചെയ്ത് വെലോസിറ്റി പോസിറ്റീവ് ഡയറക്ഷനിലായി, ആക്സലേഷനും പോസിറ്റീവ് ഡയറക്ഷനിൽ, പിന്നെ സ്പീഡായി പോയി. അതാണ് പരിപാടി. അടുത്ത നോക്കാം, ഏഴാമത്തെ നോക്കാം നമുക്ക്. ഇവിടെ എന്താണ് VT ഗ്രാഫിൻ്റെ സ്ലോപ്പ് നെഗറ്റീവ്. ദാറ്റ് മീൻസ് ആക്സലേഷൻ നെഗറ്റീവ് ആണ്. ആക്സലേഷൻ കോൺസ്റ്റന്റ് ആണ് ബിക്കോസ് സ്ലോപ്പ് ഈസ് കോൺസ്റ്റന്റ്. ശരി, ഈ പോയിന്റിലാണെങ്കിലോ വെലോസിറ്റി പോസിറ്റീവ് ആയി ബിക്കോസ് വൈ ആക്സിസിൻ്റെ മുകളിലാണ്, വെലോസിറ്റി പോസിറ്റീവ് ആണ്, ആക്സലേഷൻ നെഗറ്റീവ് ആണ്. ഓക്കെ, രണ്ട് ഡിഫറെൻറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് മെല്ലെ സ്ലോ ഡൗൺ. അപ്പോൾ വെലോസിറ്റി മെല്ലെ കുറഞ്ഞ് വെലോസിറ്റി പോസിറ്റീവ് നെഗറ്റീവായി. അപ്പം ടേണിംഗ് പോയിന്റ് ആയി. അപ്പോൾ ടേൺ ചെയ്ത് ഇനി ആക്സലേഷൻ നെഗറ്റീവ് തന്നെ, വെലോസിറ്റിയും നെഗറ്റീവ് തന്നെ, രണ്ടും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് മെല്ലെ സ്പീഡ് കൂടി വരും. ഇതാണ് പരിപാടി. ഇനി അടുത്ത് നോക്കാം, എട്ടാമത്തത് ഈ ഒരു പോയിന്റിൽ നമുക്ക് നോക്കാം. ഈ ഒരു പോയിന്റിൽ എന്താണ്, സ്വാഭാവികമായിട്ട് വെലോസിറ്റി പോസിറ്റീവ് തന്നെ. ശരി, വെലോസിറ്റി പോസിറ്റീവ് ആണെങ്കിൽ ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇത് വരക്കാൻ ടാൻജൻറ്റ് വരച്ചാൽ അതിൻ്റെ സ്ലോപ്പ് ഇത് നെഗറ്റീവ് ആണ്. സോ ആക്സലേഷൻ നെഗറ്റീവ്. ഇപ്പോൾ രണ്ടും ഡിഫറെൻറ്റ് ഇതാണ്. അപ്പോൾ അയാൾ മെല്ലെ വെലോസിറ്റി എന്തായി, വെലോസിറ്റി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറയുന്നുണ്ടല്ലോ, താഴോട്ട് വന്ന സമയത്ത് മാഗ്നിറ്റ്യൂഡ് കുറയുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ എന്തായി, ആക്സലറേഷൻ ഇതായി 0 ആയി. പക്ഷേ വെലോസിറ്റിയുടെ വാല്യൂ സ്റ്റിൽ പോസിറ്റീവ് തന്നെയാണ്. വെലോസിറ്റി 0 ആയിട്ടൊന്നുമില്ല. മാഗ്നിറ്റ്യൂഡ് കുറച്ച് ഫാസ്റ്റിൽ പോകുന്ന സാധനം മെല്ലെ കുറച്ച് സ്ലോ ആയി എന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെന്താ വെലോസിറ്റി കൂടി, പിന്നെയും വെലോസിറ്റി കൂടി പോകുന്നുണ്ട്. ആക്സലേഷൻ്റെ വാല്യൂ അന്നേരം ആക്സലേഷൻ പോസിറ്റീവ് ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ ടേണിംഗ് പോയിന്റ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം ചില ആൾക്കാർ ഓഹോ ഇത് ടേണിംഗ് പോയിന്റ് അല്ലേ സാർ ചെയ്യുന്നത്. അടാ പൊട്ട, ടേണിംഗ് പോയിന്റ് ആവണമെങ്കിൽ ആദ്യം വെലോസിറ്റി 0 ആവണം അല്ലേ. ഒരു സാധനം ഇങ്ങനെ ബോഡി വന്നിട്ടുണ്ടെങ്കിൽ വെലോസിറ്റി 0 ആവണം. എന്നിട്ട് അടുത്ത സമയത്ത് വെലോസിറ്റി നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആവണം. ഇവിടെ 0 ആവുന്നുണ്ടോ, വെലോസിറ്റി ഇല്ല. അപ്പോൾ മാത്രമല്ല വെലോസിറ്റി ഡയറക്ഷൻ ചേഞ്ച് ആവുന്നുണ്ടോ, ഇല്ല. എപ്പോഴും വെലോസിറ്റി പോസിറ്റീവ് തന്നെയല്ല, പോസിറ്റീവ് എക്സ് ആക്സിസ് തന്നെയല്ലേ, റൈറ്റ്. ഇനി അടുത്ത് നോക്കാം, ഒമ്പതാമത്തത്. ഈ ചങ്ങ ഇതാ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, വെലോസിറ്റി പോസിറ്റീവ് മുകളിൽ തന്നെ അല്ലേ. ആക്സലേഷൻ ആണെങ്കിലോ സ്ലോപ്പ് നമുക്ക് പോസിറ്റീവ്, പിന്നെ ആക്സലേഷൻ 0 ആവുന്നുണ്ട്, സ്റ്റിൽ വെലോസിറ്റി വലുത് തന്നെയാണ്. അപ്പോൾ ഇതങ്ങനെ തന്നെയാണ് പോകുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, പത്താമത്തേൽ ഇതാ ഇവിടെ വെലോസിറ്റി എന്തെന്നാ, വെലോസിറ്റി പോസിറ്റീവ് ആണ്. ആക്സലേഷനോ സ്ലോപ്പ് വരക്ക് നെഗറ്റീവ് ആണ്. ശരി, അപ്പോൾ രണ്ടും ഒരുമിച്ച് ഡിഫറെൻറ്റ് ഡയറക്ഷൻ. ദാറ്റ് മീൻസ് ഇയാൾ മെല്ലെ സ്ലോ ഡൗൺ ഒക്കെ വെലോസിറ്റി 0 ആയി. ആദ്യം വെലോസിറ്റി പോസിറ്റീവ് ആയി, ഇനി എന്തൊക്കെ അടുത്ത സീലെത്തുമ്പോഴത്തേക്ക് വെലോസിറ്റി നെഗറ്റീവ് ആയി, 0 നെഗറ്റീവ് ആയി. ദാറ്റ് മീൻസ് ദിസ് ഗായ് ഈസ് എ ടേണിംഗ് പോയിന്റ്, റൈറ്റ്, ടേണിംഗ് പോയിന്റ്. അപ്പോൾ സീൽ എന്തെന്നാ, വെലോസിറ്റി നെഗറ്റീവ് ബിക്കോസ് വൈ ആക്സിസിന് താഴെ. ആക്സലേഷനോ സ്ലോപ്പ് വരെ ആക്സലേഷൻ നെഗറ്റീവ് ആണ്. എന്നിട്ടോ ഇവിടെ എന്താകുമ്പോഴത്തേക്ക് ആക്സലേഷൻ 0 ആയി, വെലോസിറ്റി സ്റ്റിൽ നെഗറ്റീവ് തന്നെയാണ്. എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ആക്സലേഷൻ പോസിറ്റീവ് ആയി ബിക്കോസ് സ്ലോപ്പ് പോസിറ്റീവ് ആണ്. പിന്നെ അപ്പം വെലോസിറ്റി നെഗറ്റീവ് തന്നെ. പിന്നെ ഇവിടെ എത്തിയപ്പോൾ വെലോസിറ്റി വീണ്ടും 0 ആയി. എന്നിട്ട് ഇവിടെ അടിയിൽ നെഗറ്റീവ് ആയിരുന്നു, 0 ആയി. പിന്നെ ഇവിടെ എത്തുമ്പോൾ പോസിറ്റീവായി ബിക്കോസ് പോസിറ്റീവ് ആയി ആക്സസ് പോയി. അപ്പം ഓക്കെ ഇതെന്താ, പിന്നെ ടേണിംഗ് പോയിന്റ് തന്നെയല്ല, ടേണിംഗ് പോയിന്റ്. പിന്നെ ഞാൻ കൂടി പോകും. പിന്നെ സ്പീഡ് കൂടി പോകും, കാരണം ആക്സലേഷൻ പോസിറ്റീവ്, വെലോസിറ്റി പോസിറ്റീവ്, രണ്ടുപേരുടെ ഡയറക്ഷൻ തെറിച്ചു, സ്പീഡ് പോകും. അടുത്ത് നോക്കാം, അടുത്ത ഈ ഒരു പോയിന്റിൽ എന്താണ്, വെലോസിറ്റി നെഗറ്റീവ് ആണോ, വെലോസിറ്റി നെഗറ്റീവ് ബിക്കോസ് ഓക്കെ. ആക്സലേഷനോ സ്ലോപ്പ് ഇറ്റ്സ് പോസിറ്റീവ്. ശരി, പിന്നെ സ്ലോ ഡൗൺ ആയി, രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് സ്ലോ ഡൗൺ ആയി, വെലോസിറ്റി 0 ആയി. ഇതാണ് ടേണിംഗ് പോയിന്റ്. പിന്നെ ഇവിടെ എന്തായി, ആക്സലറേഷൻ മെല്ലെ ചെറുതായി, ഇവിടെ ആക്സലറേഷൻ 0 ആയി. ഇനി റീഡ് ചെയ്യാനുള്ളത് വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇത് നമുക്ക് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് നോക്കാം. ഇതിലെന്താ ചോദിക്കുന്നത്, ആദ്യം ഫൈൻഡ് ദി ആവറേജ് വെലോസിറ്റി. അപ്പോൾ അത് ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. ഈ ചങ്ങാതിൻ്റെ ഫസ്റ്റത്തെ 1 മുതൽ 3 വരെ. അപ്പോൾ 1 സെക്കൻഡിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്, അത് വൈ ആക്സിസ് അല്ലേ. 1 സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് -4 ആണ്. ഇനി ഫൈനൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് എവിടെയുള്ള ലാസ്റ്റ് ഇവിടെ അല്ലേ, -10. അപ്പോൾ -10 -4 ബൈ ടോട്ടൽ ടൈം എത്രയാണ്, 8 - 1 7 സെക്കൻഡ് ഈസ് ഈക്വൽ ടു -6/7. ദാറ്റ് ഈസ് ദി ആവറേജ് വെലോസിറ്റി. ഇനി ആവറേജ് സ്പീഡ് ആകുമ്പോൾ നമുക്ക് ശരിക്കുള്ള പാത്ത് എങ്ങനെയാണ് അയാൾ സഞ്ചരിച്ചതെന്നെല്ലാം അറിയണം. അപ്പോൾ നമുക്ക് ആവറേജ് സ്പീഡ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ചങ്ങാതിൻ്റെ തുടക്കം നമുക്കൊരു വരക്കാം. ഇത് എന്തായാലും 1D മോഷനാണ്. അപ്പോൾ ഈ വരയിലൂടെയാണ് അയാൾ പോകുള്ളൂ. ശരി, അയാൾ ഇനീഷ്യൽ 1 സെക്കൻഡ് ആ ചങ്ങായി എവിടെ ഉണ്ടായത്, 1 സെക്കൻഡ് ഈ ചങ്ങായി -4 ഉണ്ടായത്. ഓക്കെ, റൈറ്റ്. -4 ആ ചങ്ങായി എവിടത്തേക്ക് വൈ ആക്സസ് നോക്കട്ടെ, അയാൾ അങ്ങനെ അങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന്.
ഓക്കെ -4 ആ ചങ്ങ ഇവിടെ പോയി 0-ലേക്ക് എത്തി. -4 അയാൾ 0-ലേക്ക് എത്തി. അപ്പോഴോ മെല്ലെ 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 വെലോസിറ്റി കുറയുന്നുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ നോക്കി ഇതിൻ്റെ സ്ലോപ്പ് വെലോസിറ്റിയാണ്. അപ്പോൾ സ്ലോപ്പ് കുറയുന്നുണ്ട് അല്ലേ. അപ്പോൾ എവിടെ നിന്നാണ് അയാൾ കുറയുന്നത് സ്ലോപ്പ്? 4ാമത്തെ സെക്കൻഡിൽ. അപ്പോൾ അതേതാ പോയിൻറ്റ് 10-ലെത്തുമ്പോഴാണ് അയാളുടെ വെലോസിറ്റി. എക്സാ നോക്കട്ടെ, എക്സ് ആക്സസ് നമ്മൾ നോക്കുന്നത്, അല്ലെങ്കിൽ വൈ ആക്സസ് 4 എന്ന് എഴുതി കൊടുത്ത അടിയാണ് കേട്ടോ. 10 നോക്കണ്ടേ. 10 4 സ്ഥലത്താണല്ലോ വെലോസിറ്റി 0. അപ്പോൾ ഇത് അയാൾ -4 തുടങ്ങി മെല്ലെ 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 ഇവിടെ പോയി കുറച്ച് സ്ലോ ആയിപ്പോയി. അപ്പോൾ അയാളുടെ വെലോസിറ്റി ഇവിടെ 0 എന്നിട്ടോ ഇവിടുന്ന് ശേഷം നോക്കി നോക്ക് സ്ലോപ്പ് നെഗറ്റീവ്. ദാറ്റ് മീൻസ് ഇയാൾ ടേൺ ചെയ്തിട്ടുണ്ട്, വെലോസിറ്റി നെഗറ്റീവാണ്. ഇയാൾ ഇവിടുന്ന് ടേൺ ചെയ്തിട്ട് നേരെ ഇവിടെ പോയി അടിയിൽ പോയിട്ട് -10 വരെ പോയി. ടേൺ ചെയ്തിട്ട് ചങ്ങായി -10 ഇവിടെ ഉണ്ട്. ടേൺ ചെയ്തിട്ട് ഒറ്റ -10-ലേക്ക് പോയി. ഇതാണ് ഇയാളുടെ പരിപാടി. അപ്പോൾ ഇയാളുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടെ വരെ പോയി എത്രയാണ്? 14 14 2 പ്രാവശ്യം ബാക്കോട്ടും വന്നില്ല. അപ്പോൾ 28 പ്ലസ് 6 34 അയാൾ എടുത്ത ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ 7 സെക്കൻഡ്. അപ്പോൾ 34/7 ആവറേജ് സ്പീഡ്. ഓക്കെ, നമ്മൾ കുറച്ച് ഇൻ്റഗ്രേഷൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം. നമുക്ക് എക്സ് തന്നിട്ടുണ്ട്, ടൈമിൻ്റെ ഫംഗ്ഷനിൽ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ dx/dt ചെയ്താൽ വെലോസിറ്റി കിട്ടും. അതേപോലെ വെലോസിറ്റി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സലേഷൻ കിട്ടും. അപ്പോൾ അതേപോലെ ഓപ്പോസിറ്റ് പരിപാടി, ആക്സലേഷൻ ഞാനൊന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്തതിന് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. അതേപോലെ വെലോസിറ്റിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തതിന് എനിക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ പരിപാടി ഇൻറ്റഗ്രേഷൻ. അപ്പോൾ നമുക്ക് ഇൻറ്റഗ്രേഷൻ എന്താണെന്ന് അറിയാം. 2 ടൈപ്പ് ഉണ്ട്, ഇൻഡെഫിനിറ്റ് ഉണ്ട്, ഡെഫിനിറ്റ് ഇൻറ്റഗ്രേഷൻ ഉണ്ട്. ഓക്കെ, സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ഒരു ഫംഗ്ഷൻ ഇതാണ് f(x), അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടും? g(x) കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ പറയും g(x)നെ പിടിച്ച് ഞാൻ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? f(x) കിട്ടും. അതാണ് ഇൻറ്റഗ്രേഷൻ. അപ്പോൾ ഇൻറ്റഗ്രേഷൻ്റെ ആകെയുള്ള ബേസിക് ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ ഫിസിക്സിൽ ആവശ്യമുള്ളത് ഈ റൂൾ മാത്രം. ഇൻറ്റഗ്രൽ x(n) dx ഇസ് ഈക്വൽ ടു x(n+1) ഡിവൈഡഡ് ബൈ n+1 പ്ലസ് c. ഇത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ശരി, ഈ സീൻ്റെ അർത്ഥം എന്നാൽ നമുക്കറിയാം, കോൺസ്റ്റന്റ്. നമ്മൾ മാത്സിൽ പഠിക്കുന്നത് എന്തുകൊണ്ട് സി കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് സിമ്പിളായിട്ട് അറിയുന്നത് തന്നെയാണ്. അപ്പോൾ ഇത് കുറച്ച് ബേസിക് ഇൻറ്റഗ്രേഷൻ ഉണ്ട്, വെറുതെ സമയം വേസ്റ്റ് ആക്കുന്നില്ല. ഡെഫിനിറ്റ് ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രേഷൻ നമ്മൾ എന്ത് കൊടുക്കും? ലിമിറ്റ്സും കൂടി കൊടുക്കും. അപ്പോൾ ഡെഫിനിറ്റ് ഇൻറ്റഗ്രേഷനായി. അപ്പോൾ ലിമിറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ നമുക്ക് ഇൻറ്റഗ്രേഷൻ്റെ ആ ഒരു ഫിസിക്കൽ മീനിങ് അല്ലേ, നമുക്ക് എല്ലാം ഒന്ന് ഫീൽ പഠിക്കണം, എല്ലാം ഒന്ന് മനസ്സിലാക്കി പഠിക്കണം. അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ നമുക്കൊരു y(x) ഗ്രാഫ് തന്നിട്ടുണ്ട്. ശരി, ആ ഗ്രാഫ് ഇങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് നല്ല കാര്യം. അപ്പോൾ ഞാൻ പറയുകയാണ്, എനിക്ക് ഈ ഗ്രാഫ് എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു ഏരിയ കണ്ടെത്തണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ കണ്ടെത്തും? അപ്പോൾ ഞാൻ പറയുകയാണ്, സാർ ഇത് ഇവിടെ എടുക്കുകയാണ്, ഇതുപോലത്തെ ഒരു ചെറിയ കട്ട എടുക്കുകയാണ്, ഇതേപോലത്തെ ഒരു ചെറിയ കട്ട. ആ കട്ടൻ്റെ തിക്നെസ് വളരെ ചെറിയ തിക്നെസ്സാണ്, dx ആണ്. അതിൻ്റെ ഏരിയ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെങ്ത്ത് ഇൻറ്റു ബ്രെത്ത് എത്രയാണ്? ബ്രെത്ത് ഇതാ y ആണെന്ന് പറയുന്നത്. ശരി, അപ്പോൾ y, അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ y ആണ്. അപ്പോൾ ആ ചെറിയ കട്ടൻ്റെ ഏരിയ, അതിന് ചെറിയ ഏരിയ എന്ന് പറഞ്ഞുകൂടെ, അത് പറഞ്ഞാൽ y dx ആണ്. ശരി, എനിക്ക് ഈ കംപ്ലീറ്റ് ഈ പറഞ്ഞ ഗ്രാഫിൻ്റെ അടിയിലുള്ള എല്ലാ ഏരിയസ് ഇതേപോലത്തെ കുറേ കട്ടകൾസ്, ഇതൊരു കട്ട, അങ്ങനെ ഇതൊരു കട്ട, കുറേ കട്ടകൾ കൂട്ടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഏരിയ ആവുമല്ലോ. അങ്ങനെയാകുമ്പോൾ ഇതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. കംപ്ലീറ്റ് കട്ടകൾസിന് ഏരിയ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടും. അതാണ് y dx എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. അപ്പോൾ ഇതാണ് ഇൻറ്റഗ്രേഷൻ്റെ ഫിസിക്കൽ മീനിങ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫ് എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ഏരിയാസിന് സമ്മയാണ്. സോ സമ്മേഷൻ ഓഫ് ദി ഏരിയ അണ്ടർ ദി കർവ് ഇസ് ആക്ച്വലി കോൾഡ് ഇൻറ്റഗ്രേഷൻ, റൈറ്റ്? ഇത് കുറച്ച് ബേസിക് ഇൻറ്റഗ്രേഷൻ ആണ്. ഞാൻ വെറുതെ സമയത്ത് dxന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് കിട്ടുക x+c ആണ് കിട്ടുക. ഇതെല്ലാം ആർക്കും അറിയാത്തില്ല. ഇനി നമ്മുടെ ഫിസിക്സിൽ എവിടെയാണ് ഇൻറ്റഗ്രേഷൻ ആവശ്യം? അപ്പോൾ ഫിസിക്സ് ആക്ച്വലി ഇൻറ്റഗ്രേഷൻ ആവശ്യം, കാരണം നമുക്ക് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് dx/dt ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും v dt ഇസ് ഈക്വൽ ടു dx. ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. സോ എക്സ് അല്ലെങ്കിൽ dx എന്ന് പറഞ്ഞാൽ x ഫൈനൽ മൈനസ് x ഇനീഷ്യൽ എന്നാണല്ലോ. അതെന്ന് പറഞ്ഞാൽ v dt, x ഫൈനൽ മൈനസ് x ഇനീഷ്യൽ, ദാറ്റ് മീൻസ് ദാറ്റ് ഇസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു v dt എന്ന് പറയാം. അതാണ് ഫിസിക്സിൽ ആവശ്യം. ഇതേപോലെ നമുക്ക് ആക്സലേഷനിലും ഇക്വേഷൻസ് ഒക്കെ എഴുതാം. അപ്പോൾ നോക്കിക്കോ, നമുക്ക് v dt കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് ഇനി ഇതെങ്ങനെ ആക്ച്വലി ഡിസ്പ്ലേസ്മെൻറ്റ് ഈ v എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും? അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് v എങ്ങനെ ആയിരിക്കും? ഒരു ഫംഗ്ഷൻ ഓഫ് ടൈം ആയിട്ട് തന്നിട്ടുണ്ടാവും. ഒരു ഫംഗ്ഷൻ ഓഫ് ടൈം ആയിട്ട് തന്നിട്ടുണ്ടാവും. എന്നാൽ നമുക്ക് സുഖമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പോലെ ഫംഗ്ഷൻ ഓഫ് ടൈം വന്നിട്ടുണ്ടെങ്കിൽ, ഫംഗ്ഷൻ ഓഫ് ടൈം അല്ല, ഇതിപ്പം ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്, അതേപോലെ ഫംഗ്ഷൻ ഓഫ് ടൈം ആയിട്ട് തന്നിട്ടുണ്ട്, സുഖമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ഗ്രാഫ് വരുമല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻറ്റഗ്രേഷനാണ് ചെയ്യുന്നത്.
ഇപ്പോൾ ഗ്രാഫ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എങ്ങനെയാണ് ആ ഏരിയ അണ്ടർ ദി ഗ്രാഫ് തന്നെയാണ് ആക്ച്വലി ഇൻറ്റഗ്രേഷൻ്റെ വാല്യൂ. സോ ഏരിയ അണ്ടർ ദി ഗ്രാഫ് മേ ബി നമുക്ക് കണ്ടെത്താൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ജോമെട്രീസ് ആയിരിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ വെക്കുക y = 6x. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് കണ്ടെത്താൻ പറയുന്നത്? വെലോസിറ്റി കണ്ടെത്താനാണ് പറയുന്നത്. സോറി, വെലോസിറ്റി അല്ല, ഡിസ്പ്ലേസ്മെൻറ്റാണ് കണ്ടെത്താൻ പറയുന്നത്. അല്ല, ഇത് y = 6x, വെലോസിറ്റി ഒന്നുമല്ല. എന്താ കണ്ടെത്താൻ പറയുന്നത് വെച്ചാൽ ഏരിയ അണ്ടർ ദി ഗ്രാഫാണ് കണ്ടെത്താൻ പറയുന്നത്. ഏരിയ അണ്ടർ ദി ഗ്രാഫ് ഇത് ആക്ച്വലി ഇങ്ങനെയല്ലേ ഉണ്ടാവേണ്ടത്, ഇങ്ങനെയാണ് ഉണ്ടായത്. ഈ സാറിന്ന് ഇമേജ് മാറ്റിയതാണ്. അപ്പോൾ ഏരിയ അണ്ടർ ദി ഗ്രാഫ് കണ്ടെത്തണമെങ്കിൽ ഐദർ ഹാഫ് ഇൻറ്റു ബി, ദാറ്റ് ഈസ് 10 ഇൻറ്റു ഇത് എത്രയാണ് വാല്യൂ വന്നത്? 60 ആണെന്ന് തോന്നുന്നു അല്ലേ? ഇത് 60 കേട്ടോ. 60 ഇത് ക്യാൻസലായി 30. 60 ആയിരിക്കുമല്ലോ പ്രോബബ്ലി. 300. അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് എനിക്ക് ചെയ്യാമല്ലോ. എങ്ങനെയാണ്? ഏരിയ അണ്ടർ ദി ഗ്രാഫ് y/dx എന്നാണ് ഒരു ചെറിയ പൊട്ടി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ d. അപ്പോൾ y/dx ചെയ്യാം. അപ്പോൾ y എന്ന് പറഞ്ഞാൽ 6x ആണ്. സോ 6x dxനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. 6x dx എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം? എവിടെ മുതൽ എവിടം വരെ? 0 മുതൽ x എവിടെ മുതൽ എവിടം വരെ? 0 മുതൽ 10 വരെ. സോ 0 മുതൽ 10 വരെ 6x ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ 6x²/2. സോ അത് കട്ട് ചെയ്തിട്ട് 3 ആക്കാമല്ലോ, പെട്ടെന്ന് ചെയ്യണ്ടേ? അപ്പം 3 ആക്കാം. ഇതോ എവിടെ മുതൽ എവിടം വരെ? 0 മുതൽ 10 വരെ. അപ്പം 10ൻ്റെ സ്ക്വയർ എത്രയാണ്? 100. 300 ആയി. അപ്പോൾ ഒന്നെങ്കിൽ ഈ ഫംഗ്ഷൻ വെച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം മാത്തമാറ്റിക്കലി, അല്ലെങ്കിൽ നോർമലായിട്ട് ട്രിഗണോമെട്രിയിൽ നോർമൽ ഏരിയ കണ്ടെത്താൻ ശ്രമിക്കാം. പക്ഷേ ചില ഫംഗ്ഷൻസ്, ഇങ്ങനത്തെ ഫംഗ്ഷൻസിലാണെങ്കിലോ ഇതിനെല്ലാം നമുക്ക് പ്രത്യേകിച്ച് ഒരു ജോമെട്രി അറിയാമോ? ഇതിനുള്ള ഏരിയ കണ്ടെത്താൻ ഇക്വേഷൻ അറിയാമോ? ഇല്ല. അന്നേരം നമുക്ക് നോർമലായിട്ട് അതിൻ്റെ ഇക്വേഷൻ ഡെഫിനറ്റ് തരും, ഇതുപോലത്തെ ഒരു ഇക്വേഷൻ തരും, അല്ലാണ്ട് നടക്കില്ല.